ഏവർക്കും സ്വാഗതം. ഇന്ന് നമുക്കൊപ്പം ഒരു അതിഥിയായിട്ട് കൂടി പരിഗണിക്കേണ്ട ഒരാളാണ്. എനിക്ക് നേരിട്ട് അറിയാവുന്ന ആളാണ്. അതോടൊപ്പം ദളിത് മേഖലയിലൊക്കെ തന്നെ, അതുപോലെ പ്രത്യേകിച്ച് വേടർ സമുദായത്തിൽപ്പെട്ട സാമൂഹിക മേഖലയിലൊക്കെ പ്രവർത്തനമുള്ള ഒരു വ്യക്തി കൂടിയാണ് അനീഷ് മീയണ്ണൂർ. കൊല്ലം ജില്ലയാണ് സ്ഥലം. ഇവിടെ അഞ്ചലാണ് താമസം. ഇതിൻ്റെ പേരിൽ ഇപ്പോൾ ഈ ഒരു ചർച്ചയായിട്ട് ബന്ധപ്പെട്ട് വിളിച്ചപ്പോൾ തന്നെ അനീഷ് സംസാരിക്കാൻ വരാമെന്ന് ഏറ്റു. അപ്പോൾ അനീഷ്, സ്വാഗതം. അനീഷിൻ്റെ ഒരു പ്രാവർത്തിക മേഖല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഠനമാണ്. ഈ വേടർ സമുദായത്തെ കുറിച്ചിട്ടുള്ള പഠനവും അതോടൊപ്പം തന്നെ ഈ സമൂഹത്തിന് മുന്നിലുള്ള കുറേ പ്രശ്നങ്ങളുണ്ട്. അത് തൊഴിൽ മേഖലയായാലും പഴയ ചരിത്രപരമായിട്ടുള്ള അവഗണനകളും അതോടൊപ്പം തന്നെ ഈ സമൂഹത്തെ മേലേക്ക് ഉയർത്തിക്കൊണ്ടുവരണമെന്ന് വളരെയധികം ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് അനീഷ്. അനീഷിൻ്റെ പഠനത്തെക്കുറിച്ചും അനീഷിൻ്റെ കാഴ്ചപ്പാടിനെ കുറിച്ചൊക്കെ എനിക്ക് നേരിട്ട് അറിയുന്നതാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോയിലേക്ക് അനീഷിനെ പ്രത്യേകം ക്ഷണിച്ചത്. നമുക്ക് അനീഷിൻ്റെ ഭാഗത്തു നിന്നുള്ള എല്ലാ മറുപടികളും ചിന്തകളും നമുക്ക് സ്വയം ഒന്ന് നേരിട്ടറിയാം. അപ്പോൾ എനിക്ക് ആദ്യമായിട്ട് അനീഷിൻ്റെ അടുത്ത് ചോദിക്കാനുള്ളത്, അനീഷ് ഒന്ന് പരിചയപ്പെടാം ആദ്യം. എൻ്റെ പേര് അനീഷ് എം ജി എന്നാണ്. എൻ്റെ സ്ഥലം അഞ്ചൽ. സമുദായപരമായിട്ട് സംയുക്ത വേടർ സമാജം എന്ന സംഘടനയുടെ സംസ്ഥാന പ്രസിഡന്റ് കൂടെയാണ്. പിന്നെ ചരിത്ര പഠനം 13 വർഷമായിട്ട് ഞാൻ ഈ വേടർ കമ്മ്യൂണിറ്റിയുടെ ചരിത്ര പഠനം, അതായത് പ്രാചീന ശിലായുഗ സംസ്കാരം തൊട്ട് ഉള്ള ഒരു അടിമത്ത കാലഘട്ടം വരെയുള്ള ചരിത്രം, അത് കൃത്യമായിട്ടുള്ള ഓരോ കാര്യങ്ങളും മനസ്സിലാക്കി വരുന്നുണ്ട്. പിന്നെ ഭാഷാ പഠനം, അങ്ങനെ നിരവധി പഠനങ്ങളും 13 വർഷം കൊണ്ട് നടക്കുകയാണ്. അങ്ങനെ അതും കൂടെ നിലവിൽ ഉണ്ട്. പിന്നെ എൻ്റെ തൊഴിലുമായിട്ട് സംബന്ധിച്ച് ഇങ്ങനെ പോകുന്നു. വളരെ നന്ദി അനീഷ്. അനീഷെ, ഞാനിന്ന് അറിയാമല്ലോ ഞാൻ എന്തുകൊണ്ട് അനീഷിനെ വിളിച്ചതെന്നുള്ള അനീഷ് നന്നായിട്ട് അറിയാം. അപ്പോൾ നിലവിലൊരു വിഷയം നമുക്ക് ഫേസ്ബുക്കുകളിലും അതുപോലെ വാട്സപ്പ് ഗ്രൂപ്പുകളിലൊക്കെ വളരെയധികം ചർച്ച ചെയ്തൊരു വിഷയമാണ്. നമ്മുടെ ഹിരൺദാസ് മുരളി എന്ന് പറയുന്ന വേടന്റെ പേരിൽ ഒരു കേസ് സോഷ്യൽ മീഡിയയിലെല്ലാം വൈറലാണ്. അപ്പൊ അതിനെ സംബന്ധിച്ച് വളരെയധികം ചോദ്യങ്ങൾ വരുന്നുണ്ട്. ഇത് വേടർ സമുദായം അറിഞ്ഞാണോ, അല്ലെങ്കിൽ വേടർ സമുദായത്തിൽപ്പെട്ട എങ്ങനെയാണ് ഇതിൻ്റെക്ക് വരാനുള്ള സാഹചര്യം? ഇതൊക്കെ നമുക്ക് ക്ലാരിറ്റി ഇതുവരെ കേരളത്തിന് ലഭിച്ചിട്ടില്ല. പക്ഷേ ഒരു കാരണവശാലും ബഹുഭൂരിപക്ഷം ആൾക്കാരും വേടന്റെ ഭാഗത്ത് തന്നെയാണ് സപ്പോർട്ടുള്ളത്. അനീഷിനും ആ നിലപാട് തന്നെയാണ്. നമുക്ക് അനീഷിനോട് തന്നെ ചോദിക്കാം. ഈ ഒരു വിഷയത്തിൽ അനീഷിന്റെ ഒരു അഭിപ്രായം നമുക്ക് നേരിട്ടറിയാം. പറഞ്ഞു അനീഷ്. ഹിരൺദാസ് മുരളിയുടെ ഒരു പ്രശ്നം പറയുകയാണെങ്കിൽ, ഈ ഒരു യുവതലമുറ ഇപ്പോഴത്തെ എല്ലാവർക്കും അഭിമാനിക്കാൻ പറ്റുന്ന ഒരാൾ തന്നെയാണ് ഹിരൺദാസ് മുരളി എന്ന് പറയുന്ന ആൾ. അദ്ദേഹത്തിനോട് എനിക്ക് വ്യക്തിപരമായ രീതിയിൽ നല്ല രീതിയിൽ എനിക്ക് 100% സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണ്. കാരണം സാമുദായികപരമായിട്ട് ആൾക്കാർക്ക് ഹിരൺദാസ് മുരളി എന്ന് പറയുന്ന ആളോട് വലിയ എല്ലാവർക്കും എന്നുള്ള രീതിയിലല്ല. കാരണം ആർക്കും അറിയത്തില്ല, പുറകിലോട്ട് വലിയ ബന്ധമില്ലാത്തൊരു സമൂഹം കൂടെയാണ്. അതുകൊണ്ട് എല്ലാവർക്കും ഒന്നും അറിയത്തില്ല. പക്ഷേ സംഘടനാപരമായി നിൽക്കുന്ന പലർക്കും ഹിരൺദാസ് മുരളിയെ അറിയാന്നുള്ളത് തന്നെ. അതുപോലെ വ്യക്തിപരമായ രീതിയിൽ സംഘടനാപരമായാലും ഹിരൺദാസ് മുരളിയെ കുറിച്ചുള്ളതൊക്കെ നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ളതാണ്. അതിന് അപ്പോഴത്തേക്ക് സാമുദായികപരമായിട്ട് ഹിരൺദാസ് മുരളിയുടെ കൂടെ തന്നെയാണ് നമ്മൾ നിലകൊള്ളുന്നത്. അത് തന്നെയാണ് കാരണം. പിന്നെ ഈ വേടർ സമുദായത്തിൽ ഒഴികെയുള്ള പുലയറായാലും അതുപോലെ സിദ്ധനൂർ സൊസൈറ്റി അല്ലെങ്കിൽ പറയർ സമുദായം, അങ്ങനെ കേരളത്തിലുള്ള എല്ലാ ദളിത് മേഖലയിലുള്ള ജാതി ഉപജാതി മേഖലകളിലുള്ള എല്ലാവരും തന്നെ വേടന്റെ നിലപാടുമായിട്ട് തന്നെയാണ്. കാരണം കേരളത്തിന് വേടനെ ആവശ്യമാണ് എന്നുള്ളൊരു കൃത്യമായിട്ടുള്ളൊരു കാഴ്ചപ്പാടും ബോധവും ആണ് ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്. അപ്പോൾ ഇതിൻ്റെ നിലവിലെ വിഷയം, വേടന്റെ ഈ നിലവിലെ വിഷയം വേടർ സമുദായത്തിന് ഏതെങ്കിലും രീതിയിൽ, അതായത് ഇപ്പം വേടൻ എന്ന് പറയുന്ന ഒരു പേര് നാമകരണം ചെയ്തുകൊണ്ട് തന്നെയാണ് വേടൻ ഹിരൺദാസ് എന്ന് പറയുന്ന ഈ ഗായകൻ അല്ലെങ്കിൽ കലാകാരൻ നിലനിൽക്കുന്നത്. അപ്പൊ ഈ ഒരു പേഴ്സണാലിറ്റി, അതായത് ഈ വേടൻ ഹിരൺദാസ് എന്ന് പറയുന്ന ഈ വ്യക്തിയിലൂടെ വേടർ സമുദായത്തിന് ഏതെങ്കിലും രീതിയിൽ ഒരു മാറ്റമോ അല്ലെങ്കിൽ എന്തെങ്കിലും രീതിയിൽ അങ്ങനെ തോന്നുന്നുണ്ടോ? അത് ഒരു പ്രധാനമായിട്ട് ചൂണ്ടിക്കാട്ടെന്ന് വെച്ചാൽ, ഈ വേടൻ എന്ന പദം ഒരു വലിയൊരു ജനപ്രീതി ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൻ്റെ ഒരു പ്രധാന കാരണം ഹിരൺദാസ് മുരളി തന്നെയാണ്. കാരണം ആ പേര് സ്വീകരിച്ചത് മുതൽ ആ പേര് അറിയപ്പെടാൻ തുടങ്ങി എന്നുള്ളത്. ആ നിലയ്ക്ക് ഈ സമുദായത്തെ, അതായത് തെക്കൻ കേരളത്തിൽ അറിയപ്പെടാത്ത ഒരു സമുദായത്തെ ഇന്ന് പലരും
ആ പേരിലൂടെ അറിയുന്നു എന്നുള്ളത് തന്നെയാണ്. സത്യമാണ്. പക്ഷെ ഈ സമൂഹത്തെ കുറിച്ച് വ്യക്തമായ കാഴ്ചപ്പാടോ വ്യക്തമായ കാര്യങ്ങളോ പൊതുസമൂഹത്തിന് അറിയത്തുള്ളത് വലിയൊരു യാഥാർത്ഥ്യമോ പറയുന്നത്. അന്നേരം ആ നിലയ്ക്ക് പറയുവാണെങ്കിൽ വേടൻ ആ പേര് സ്വീകരിച്ചതിൽ വലിയ സന്തോഷമുണ്ട്. അതെ. അതായത് ഇപ്പം ഈ പേരിൽ തന്നെ പല രീതിയിൽ പ്രശ്നങ്ങളുണ്ട്. അതായത് ഈ വേടൻ എന്ന് പറയുന്ന ഒരു പേര് പല രീതിയിൽ പല ഇടങ്ങളിൽ ഇപ്പം ജാതി സർട്ടിഫിക്കറ്റ് ഒക്കെ വരുന്നുണ്ട്. അപ്പൊ വേട്ടൻ, വേടൻ. അപ്പൊ അത് ഒരു സാമൂഹിക പ്രശ്നമായിട്ട് ഈ സമൂഹത്തെ ബാധിക്കുന്നുണ്ടോ? എങ്ങനെയാണ് കാണുന്നത്? അത് സർക്കാരിന്റെ ഭാഗത്തുണ്ടായി വരുന്ന അത് മനഃപൂർവ്വം ചെയ്യുന്ന ഒരു പാകപ്പിഴയാ. അതെ, അതെ. ഇത് അങ്ങനെയൊക്കെ പറയാൻ പറ്റത്തില്ല. കാരണം ഇത് ഒരു വംശത്തെ ഇല്ലാതാക്കുന്ന തരത്തിലേക്കാണ് ഈ പേരുകളുടെ മാറ്റം എന്ന് പറയുന്നത്. കാരണം ഇപ്പൊ എൻ്റെ വ്യക്തിപരമായ കാര്യങ്ങൾ തന്നെ പറയാം. എൻ്റെ ആദ്യത്തെ ഈ SLC സർട്ടിഫിക്കറ്റ്. ഈ സർട്ടിഫിക്കറ്റിൽ വേടർ എന്ന് പറഞ്ഞില്ല, ഹിന്ദു വേടർ എന്ന രീതിയിൽ എനിക്ക് കിട്ടിയിട്ടുള്ളത്. കിട്ടിയത്. പക്ഷെ പിന്നെ ഒരു 10 വർഷം കഴിഞ്ഞ ആൾക്കാർക്ക് കിട്ടുന്നത് ഹിന്ദു വേടൻ എന്ന രീതിയിലാണ്. പിന്നീട് ഈ കാലഘട്ടത്തിലൊക്കെ പിള്ളേർക്ക് കിട്ടുന്ന അല്ല ആർക്ക് ആയാലും അത് ഹിന്ദു വേട്ടൻ എന്ന രീതിയിലാണ് കിട്ടുന്നത്. അപ്പൊ ഈ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് പോലും ഇപ്പം കൊടുക്കുന്നത് ഈ വേട്ടൻ എന്ന രീതിയിലാണ്. പകരം വേടർ എന്ന് പറയുന്ന ഒരു സമൂഹത്തെ അതായിരുന്നു ഐഡന്റിറ്റി എന്ന് പറയുന്നത്. അതിൽ നിന്ന് മറ്റൊരു പേര് ചാർത്തപ്പെട്ട് അത് പുതിയൊരു നാമത്തില് ഈ വേടർ കമ്മ്യൂണിറ്റിയെ ചെയ്യിക്കൊണ്ടിരിക്കുന്നത്. സത്യത്തില് ഒറിജിനൽ സംസ്കാരവും ആ ഒരു പാരമ്പര്യത്തെ ഇല്ലാതാക്കാനായിട്ട് ഈ പേരുകൾ ഒരു പ്രശ്നം തന്നെയാണ്. അത് ഇല്ലാതാക്കുക തന്നെയാണ് ചെയ്യുന്നത്. അത് സർക്കാരിന്റെ മനഃപൂർവ്വമായിട്ടുള്ള ഒരു കാര്യം തന്നെ. അതിൽ അങ്ങനെയും മനസ്സിലാക്കാൻ പറ്റും. കാരണം എന്തുകൊണ്ട് ഈ 3 തരത്തിലേക്ക് മാറ്റി എന്നുള്ളതാണ്. ഇപ്പൊ എനിക്ക് സംശയം എന്ന് പറഞ്ഞാൽ ഇപ്പം ഒരു വിദ്യാഭ്യാസം നേടിയ ഒരു സ്ത്രീ ഒരു പുരുഷനാവട്ടെ, ഇവര് സർക്കാരിന്റെ ഭാഗത്ത് അല്ലെങ്കിൽ ഏതെങ്കിലും തൊഴിൽ മേഖലയായിട്ട് ബന്ധപ്പെട്ട് ഒരു ആവശ്യത്തിന് പോകുമ്പോൾ അവരെ ഈ ഒരു സർട്ടിഫിക്കറ്റിന്റെ പേരിൽ ഒരു ആശയക്കുഴപ്പം അവിടെ ഉണ്ടാകും. അത് പരിഹരിക്കുന്നതിന് വേണ്ടി ഇപ്പൊ അനീഷ് നമുക്കിപ്പോൾ ഇരിക്കുന്ന അനീഷ് നമുക്ക് അതിനെ കുറിച്ച് കൂടി ഒരു വിവരണം നമുക്ക് നൽകും എന്നുള്ളതാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. കാരണം ഈ മേഖലയിൽ ഈ പേരിനെ ചൊല്ലിയുള്ള ഈ വിഷയത്തിൽ കൃത്യമായ പഠനം നടത്തി ഇതിന്റെ മൂല കാര്യങ്ങൾ എന്തൊക്കെയാണ്, ഇതിന് എന്താണ് ഭാവിയിൽ ചെയ്യാൻ സാധിക്കുക, ഇതിനെക്കുറിച്ചൊക്കെയാണ് അനീഷ് കൂടുതൽ ശ്രമിക്കുന്നത്. പറയാം അനീഷ് അതിനെ കുറിച്ച്. ഇപ്പം ഈ വേടർ എന്ന് പറഞ്ഞ ജാതി നാമം അങ്ങനെയാണ് നമ്മൾ അറിയപ്പെടുന്നത്. അത് പിന്നീട് സർക്കാർ വേടൻ എന്ന രീതിയിലേക്ക് മാറ്റി ഇപ്പം വേട്ടനായി. അന്നേരം ഈ ഒരു വംശീയമായിട്ടുള്ള ഒരു രീതി അത് ശരിക്കും പറഞ്ഞാൽ ഒരു ഐഡന്റിറ്റിയെ മാറ്റി തിരുത്തിക്കുറിക്കൽ തന്നെ അത് ചെയ്യുന്നത്. ഇത് മനഃപൂർവ്വം ആവുന്ന രീതിയിലേക്ക് മാറുന്നത് ഈ സമൂഹം തിരിച്ചറിയുന്നില്ല എന്നുള്ളതാണ്. കാരണം അത് അറിയിപ്പിക്കുക എന്നുള്ളതാണ് നമ്മുടെയും ഒരു ദൗത്യം. കാരണം നമ്മൾ ചരിത്രപരമായിട്ടുള്ള പൂർവിക കാലം തൊട്ടേ നമുക്ക് ചരിത്രപരമായിട്ട് നിർമ്മിതികൾ നമുക്കിവിടെ ഉള്ളതാണ്. അത് അഡ്രസ്സ് ചെയ്തപ്പെട്ട ഒരു സമുദായമാണ് വേടർ കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞാൽ. അത് പുരാണ കാലം തൊട്ട് തന്നെ ഈ ഒരു നമ്മുടെ ചരിത്രം സംഘകാലഘട്ടത്തിലൊക്കെ ഏറ്റവും പ്രതിപാദിക്കപ്പെടുന്ന ഒരു ജനസമൂഹം കൂടെയാണ് വേടർ എന്ന് പറയുന്നത്. നമ്മുടേതായ സംസ്കാരത്തെക്കുറിച്ച് വളരെയധികം ഏറ്റവും കൂടുതൽ എഴുതപ്പെട്ടിട്ടുള്ള സംഘം കൃതികളില്ല. ചിലപ്പതികാരം, അകനാനൂറ്, പുറനാനൂറ് എന്ന് പറയുന്ന സംഘകാല കൃതികളിലൊക്കെ ചിലപ്പതികാരത്തിൽ വേട്ടുവരാട്ടം എന്ന് പറയുന്ന ഒരു ഗാഥ തന്നെ ഉണ്ട് എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ഇത്ര പ്രതിപാദിക്കപ്പെടുന്ന ഒരു ജനസമൂഹത്തെ വംശീയപരമായിട്ട് മറ്റൊരു പേരിലേക്ക് മാറ്റിക്കൊണ്ട് വംശീയപരമായിട്ട് മാറ്റുക എന്നുള്ളതാണ് ഇവിടെ നടക്കുന്നത്. തീർച്ചയായും ഇതിനെ ശ്രമിച്ച് മുന്നോട്ട് ഇറങ്ങുന്ന അനീഷിന് വളരെ നന്ദി. ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന വേട സമുദായത്തിലുള്ള ഓരോരുത്തരും അറിയേണ്ടതുണ്ട്, മനസ്സിലാക്കേണ്ടതുണ്ട്. കാരണം വലിയൊരു കർത്തവ്യമാണ്. ഒരു ജോലി എന്നുള്ള രീതിയിലല്ല, അദ്ദേഹത്തിന്റെ കടമയാണ് എന്നുള്ള രീതിയിലാണ് അദ്ദേഹം ചെയ്യുന്നത്. കാരണം ഈ സമൂഹത്തെക്കുറിച്ച് പഠിച്ചതിന്റെ പേരിലാണ് അദ്ദേഹത്തിന് അത് ചെയ്യാനും അതിനുള്ള മനസ്സും ഒക്കെ ഓട്ടോമാറ്റിക്കലി ജെന്യുവലി ഉണ്ടാകുന്നത്. അപ്പം ഈ ഒരു പ്രശ്നത്തെ കേരളത്തിൽ എത്രമാത്രം ആൾക്കാർ അറിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് എങ്ങനെയാണ് അതിന്റെ പ്രവർത്തനങ്ങളൊക്കെ നടക്കുന്നത് അനീഷ്? സംഘടനാപരമായിട്ട് ഈ സമുദായത്തിന്റെ പേര് വെച്ചിട്ടാണ്. അതായത് ഇപ്പൊ നമ്മൾ ഈ ഒരു പേരിന്റെ ഒരു മാറ്റം അല്ലെങ്കിൽ ഒറിജിനൽ പേര് വേടർ എന്ന് പറയുന്ന ഒരു പേര് കേരളത്തിലുള്ള മൊത്തം വേടർ സമുദായത്തെ അതിലേക്ക് കൊണ്ടുവരുന്നതിന്, അതിലൂടെ ഈ അക്ഷരത്തെറ്റുകളുള്ള അല്ലെങ്കിൽ കൃത്യമായിട്ട് പിന്നെ ജാതിപ്പേര് എഴുതാത്ത സർട്ടിഫിക്കറ്റുകളൊക്കെ ഇല്ലാതാകേണ്ടതുണ്ട്. കാരണം നമുക്കറിയാം നമ്മളെ പേര്, നമ്മളെ അച്ഛന്റെ പേരായാലും ശരി, നമ്മളെ നാടിന്റെ പേരായാലും നമ്മളെ ഐഡന്റിറ്റിയാണത്. അപ്പൊ അത് ഒറിജിനൽ എഴുതാതെ ഏതെങ്കിലും ഒരു പേരെഴുതി വെച്ചിട്ട് നമ്മളെ
പിന്നെ ചിത്രീകരിക്കുന്നതിനോടോ അല്ലെങ്കിൽ വിളിക്കുന്നതിനോടോ നമുക്ക് യോജിക്കാൻ കഴിയില്ല. അപ്പൊ അത് തന്നെയാണ് വേടർ സമുദായവും അനുഭവിക്കുന്നത്. അതായത് വേടർ എന്ന് പറയുന്ന ഒരു പേര് തന്നെയാണ് ഒറിജിനൽ പേര്, ആ സംസ്കാരവും ആ പാരമ്പര്യവും ആ ഒരു പേരിൽ മാത്രമാണ് ഉള്ളത്. അപ്പൊ അത് തിരികെ കൊണ്ടുവരുന്നു അല്ലെങ്കിൽ കൃത്യമായിട്ട് അത് അഡ്രസ് ചെയ്യുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വലിയ ഒരു കാര്യം തന്നെയാണ്. അതിനു വേണ്ടി എന്താണ്, എങ്ങനെയാണ് അത് ആ ഒരു പ്രവർത്തനം നടന്നു പോകുന്നത് അനീഷ് നടത്തുന്നത്? ഇപ്പം നമുക്ക് തെളിവുകളാണ് ആദ്യം വേണ്ടത്. ഈ കോടതിയെ സമീപിച്ചാലും നമുക്ക് എന്തിനും ആധികാരികമായിട്ട് രേഖകളാണ് സമർപ്പിച്ച് നമ്മളത് ആ വിഷയത്തെ കൈകാര്യം ചെയ്യും. അതിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പം ചരിത്രപരമായിട്ടുള്ള ഓരോ തെളിവുകളാണ് ഇപ്പൊ നമ്മൾ ശേഖരിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം ഈ വിഷയം എന്ന് തിരിച്ചറിഞ്ഞോ ആ സമയം തൊട്ട് നമ്മൾ അതിന്റെ രേഖകൾ തിരക്കി അതിന്റെ കാര്യങ്ങൾ ചെയ്ത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് അങ്ങനെ നല്ലൊരു പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുക. കാരണം അത് മാത്രമല്ല, അനീഷിനെ പോലെയുള്ളവരുടെ ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് പറയുന്നത് നമ്മുടെ അല്ലെങ്കിൽ അടിസ്ഥാന ജനവിഭാഗത്തിന്റെ ദളിതരുടെ ചരിത്രങ്ങൾ വളരെ തുച്ഛമായിട്ടുള്ള അല്ലെങ്കിൽ ചുരുങ്ങിയ ഇടങ്ങളിലാണ് എഴുതപ്പെട്ടിട്ടുള്ളത്. അതേ പക്ഷെ ഹൈന്ദവ അല്ലെങ്കിൽ ഹിന്ദു എന്ന് പറയുന്ന ഒരു ഐഡിയോളജിയിൽ പോകുമ്പോൾ ഇവിടെ കോടിക്കണക്കിന് ലക്ഷക്കണക്കിന് തെളിവുകൾ ലഭ്യമാണ്. പക്ഷെ നേരെ മറിച്ച് അടിസ്ഥാന ജനവിഭാഗത്തിന്റെ അല്ലെങ്കിൽ ദളിത് വിഭാഗത്തിന്റെ സാമൂഹിക പ്രശ്നങ്ങളെ അല്ലെങ്കിൽ ചരിത്രത്തെ എത്രമാത്രം ഇവിടെ സേവ് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് ചിന്തിച്ചു കഴിഞ്ഞാൽ സീറോ ആണെന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. അതിന്റെ ഒരു പ്രശ്നം കൂടി ഈ ഒരു പേരിൽ അല്ലെങ്കിൽ ഈ ജാതിയുടെ പേരിൽ അനീഷിനെ പോലുള്ള സാമൂഹിക പ്രവർത്തകർ നേരിടുന്നുണ്ട് എന്നുള്ളൊരു സത്യം കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. എനിക്ക് അനീഷിനോട് മറ്റൊരു ചോദ്യം എന്ന് പറഞ്ഞാൽ, ഈ സമൂഹത്തിന്റെ ഉള്ളിൽ ഉള്ള എല്ലാ പ്രശ്നങ്ങളും ഇപ്പൊ ഈ ഒരു പേരില് 2ഉം 3ഉം വിഭാഗങ്ങളായി മാറി നിൽക്കുന്നു. അതായത് ഒരു ജാതിയെ 4-5 പിളർക്കുന്നതിൽ ഈ പേര് സത്യത്തിൽ ബാധിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും. കാരണം ഇപ്പം തന്നെ ഈ വേട്ടുവരെന്ന് പറഞ്ഞ രീതിയിലേക്ക് മാറുന്നുണ്ട്. അത് തെക്ക് പത്തനംതിട്ട ജില്ലയില് ഈ 2 സമുദായ പേര് ഈ വംശത്തിന് തന്നെ ഉണ്ട്. അതായത് ഈ വേടർ എന്ന് പറയുന്ന വിഭാഗത്തിന് വേട്ടുവരുന്ന രീതിയിൽ പത്തനംതിട്ട തൊട്ട് കാസർഗോഡ് വരെ ജില്ലകളില് കിടക്കുകയാണ്. അന്നേരം തെക്കൻ കേരളത്തിൽ എന്ന് പറയുമ്പം കൊല്ലം, തിരുവനന്തപുരം മേഖലയിൽ മാത്രമാണ് വേട്ടു എന്ന രീതിയിൽ ഇവരിങ്ങനെ അറിയപ്പെടാതിരിക്കുന്നത്. പക്ഷെ ഇവിടെ വേടർ എന്ന രീതിയിൽ അറിയപ്പെടുകയും, പക്ഷെ പത്തനംതിട്ട ജില്ല തൊട്ട് അങ്ങ് കാസർഗോഡ് വരെ വേട്ടു പറഞ്ഞ രീതിയിൽ സത്യത്തില് ഈ ഒറിജിനൽ, അതായത് വേടർ എന്ന് പറയുന്ന ഒരു പേര് എല്ലാവരും ഏറ്റെടുക്കുകയാണെങ്കിൽ ഇതിന് സത്യത്തിൽ ഒരു ഐക്യവും ഒരു ശക്തിയും ഈ സമൂഹത്തിന് ഉണ്ടാകുമെന്നാണ് അനീഷ് വിചാരിക്കുന്നത്. തീർച്ചയായും നല്ല കാര്യമാണ്. അതൊരു സാമൂഹിക മാറ്റമാണ്. രാജ്യത്തിന് തന്നെ അല്ലെങ്കിൽ കേരളത്തിന് തന്നെ വലിയൊരു മുതൽക്കൂട്ട് കൂടിയായിരിക്കും അനീഷിനെ പോലുള്ളവർ ഇതിലേക്ക് ഇറങ്ങുന്നത്. അനീഷിന്റെ കൂടെ ബന്ധുക്കള് അല്ലെങ്കിൽ ബന്ധുക്കളിലുള്ള ചെറുപ്പക്കാര്, അതുപോലെ തന്നെ സുഹൃത്തുക്കള്, അങ്ങനെയൊക്കെയുള്ള സാമൂഹിക പ്രവർത്തകരൊക്കെ അനീഷിന്റെ കൂടെ ഉണ്ട്. എങ്കിലും ഈ വീഡിയോ കാണുന്നവര് അനീഷിനെ അറിയാൻ ശ്രമിക്കണം, ഇതിന് മാക്സിമം സപ്പോർട്ട് കൊടുക്കണം. കാരണം ഒരു സമൂഹം അടിച്ചമർത്തപ്പെടുന്നു എന്ന് നോക്കിക്കഴിഞ്ഞാൽ, നമ്മൾ കണ്ടു കഴിഞ്ഞാൽ, അതെങ്ങനെ അടിച്ചമർത്തപ്പെടുന്നു എന്നുള്ളത് കണ്ടെത്തി കഴിഞ്ഞാൽ ആ പരിഹാരം ആ സമൂഹം മൊത്തത്തില് മാറുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇപ്പോ ക്രിമിലിയർ പോലെയുള്ള വിഷയങ്ങളൊക്കെ കേരളത്തില് ചർച്ചയാണ്. അതുപോലെ ജാതി സെൻസസ് വളരെ ചർച്ചയാണ്. ഈ സമയത്തൊക്കെ എന്തുകൊണ്ടും അനീഷിനെ പോലെയുള്ള ഈ ചിന്തയും കാഴ്ചപ്പാടൊക്കെ വളരെയധികം പ്രയോജനപ്പെടുമെന്നുള്ളതും, അതിനുപരി കൃത്യമായിട്ട് ഏറ്റവും താഴേക്കിടയിൽ നിൽക്കുന്ന സമൂഹത്തെ ഉയർച്ചയിലേക്ക് കൊണ്ടുവരുന്നതിനും അതിന്റെ എല്ലാ മേഖലകളിലും തൊഴിലായാലും ഭൂമിയായാലും എല്ലാ വിഭവ കേന്ദ്രീകരണങ്ങളും കൃത്യമായിട്ട് നടക്കണമെന്ന് തന്നെയാണ് കേരളത്തിലെ ജനാധിപത്യ ബോധമുള്ള എല്ലാ വിശ്വാസികളും ചിന്തിക്കുന്നത്. അപ്പൊ അനീഷിന്റെ ഒരു കാഴ്ചപ്പാടില് ഈ സമൂഹം സത്യത്തില് ഈ മത ആചാരവുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ സത്യത്തില് എന്താണ് ഫോളോ ചെയ്യുന്നത്? അത് ഹിന്ദു ആചാരങ്ങളുമായിട്ടാണോ, അല്ലെങ്കിൽ വേടർ എന്ന് പറയുന്ന ഒരു സമൂഹത്തിന് അതിൻ്റെതായിട്ടുള്ള ഒരു കൾച്ചർ ഉണ്ടോ? അതെങ്ങനെയാണ് അതിന്റെ ഒരു ഇപ്പൊ എന്റെ കുട്ടിക്കാലം തൊട്ടുള്ള കാര്യത്തൊട്ട് ഈ സമയം വരെയുള്ള കാര്യത്തെക്കുറിച്ച്, പിന്നെ സാമുദായികപരമായിട്ട് ഞാൻ പല സ്ഥലങ്ങളിൽ സഞ്ചരിക്കാറുണ്ട്. ഇതിന്റെയൊക്കെ അടിസ്ഥാനത്തിൽ എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയ ഉണ്ട്. അത് സർക്കാരിന്റെ നിയമപരമായ രീതിയിലും ഉണ്ട്. അത് കുറച്ച് വിഭാഗം എന്ന് പറയുന്നത് കൺവെർട്ട് ക്രിസ്ത്യൻ സമുദായമായിട്ട് മാറിയിട്ടുണ്ട്. പിന്നെ മറ്റൊരു കൂട്ടരുന്ന ഹൈന്ദവ മതവിശ്വാസങ്ങളുടെ രീതിയിൽ ക്ഷേത്ര ആരാധനയും അത്ര വിശ്വാസങ്ങളുടെ അടിസ്ഥാനത്തിലാണ് അവരുടെ ഒരു ജീവിത രീതി. മൂന്നാമതൊരു കൂട്ടരുണ്ട്. ഈ മൂന്നാമതൊരു കൂട്ടരെന്ന് വെച്ച് കഴിഞ്ഞാൽ തദ്ദേശീയമായിട്ടുള്ള ഗോത്ര സ്വഭാവം വെച്ച് പുലർത്തുന്ന ഒരു സമൂഹമുണ്ട്. അവർക്ക് ക്ഷേത്രമല്ല, പകരം
എന്താണോ ഗോത്ര സംസ്കാരത്തിൽ ഉണ്ടായിരുന്നത് അത് അത് അവരിന്നും മാത്രം ഫോളോ ചെയ്തു വരുന്നുണ്ട്. അവരുടെ ഭാഷ, അവരുടെ കലാരൂപങ്ങള്, അതായത് ഇപ്പൊ ഞാൻ പോലും അങ്ങനെ വളർന്ന് ആ വിശ്വാസത്തിൽ മാത്രം പറഞ്ഞത്. എനിക്ക് ക്ഷേത്ര ആരാധനയുമായിട്ട് യാതൊരു ബന്ധവുമില്ല. കാരണം ഞാൻ അങ്ങനെ ജീവിച്ച ഒരാളല്ല. എനിക്ക് അതിനെ കുറിച്ച് അറിയത്തുമില്ല. ഒരു കാലത്ത് നമ്മളൊക്കെ ശ്രദ്ധിച്ചാണ് ഈ മദ്യം, കഞ്ചാവ്, മദ്യം എന്ന് പറഞ്ഞാൽ ഇന്നത്തെ സർക്കാർ വിൽക്കുന്ന മദ്യമല്ല, ചാരായം, വാറ്റ് അല്ലെങ്കിൽ കഞ്ചാവ് കൃഷി, ഈ മേഖലയായിട്ടൊക്കെ ബന്ധപ്പെട്ട് പട്ടികജാതി സമൂഹത്തിലെ വലിയൊരു കൂട്ടം ആളുകൾ ഏർപ്പെട്ടിരുന്നതാണ്. പക്ഷെ ഇതിന്റെ ഒന്നും പണമൊന്നും നമ്മുടെ ദളിത് സമൂഹം അല്ല അനുഭവിക്കുന്നത്. ഇതിന്റെ തൊഴിൽ മേഖലകളിൽ നമ്മളെ പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട ദളിത് സമൂഹത്തിൽപ്പെട്ട വലിയൊരു സമൂഹം ഉണ്ടായിരുന്നു. അപ്പൊ ഇതിനൊക്കെ ഒരു മാറ്റം വരുത്തിയെടുക്കുന്നതിന് DHRM പോലെയുള്ള സംഘടനകൾക്കൊക്കെ സാധിച്ചിട്ടുണ്ട്. കുറെയൊക്കെ ഭേദപ്പെടുത്താൻ സാധിച്ചിട്ടുണ്ട് ആ പ്രശ്നത്തെ. അപ്പോ ഈ ഒരു പ്രശ്നം പരിഹരിക്കുകയും അതിനോടൊപ്പം തന്നെ ഈ പഴയ ആചാരങ്ങൾ, അതായത് ഈ ഓരോരുത്തരും അവരുടെ മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് വിശ്വാസങ്ങളുണ്ടാവും. ഇപ്പൊ കാസർഗോഡുള്ള ഒരു വേടർ സമുദായത്തിൽപ്പെട്ടവര് വിശ്വസിക്കുന്ന പോലെ ആയിരിക്കില്ല കൊല്ലം ഭാഗത്തുള്ള വേടർ എങ്ങനെയാണെന്ന് നമുക്ക് നിശ്ചയമില്ല. അതെങ്ങനെയാണ് നോക്കിക്കാണുക? ഈ വിശ്വാസങ്ങൾ എന്ന് പറയുന്നത് ഇപ്പം മദ്യമായാലും മറ്റുള്ള മുറുക്കാൻ പോലെയുള്ള കള്ള് പോലെയുള്ള ഈ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് അനീഷ് ഇത് ഈ കമ്മ്യൂണിറ്റിയെ നല്ല വഴിയിലേക്ക് കൊണ്ടുവരുന്നു എന്നുള്ളത് ഒരു കാഴ്ച, അങ്ങനെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ഇപ്പം എൻ്റെ ഒരു കുട്ടിക്കാലത്തിട്ടുള്ളത് പറയുകയാണെങ്കിൽ ഞാൻ കണ്ട ആചാരങ്ങളിൽ ഈ കള്ള് വെക്കാറുണ്ട്, മുറുക്കാൻ വെക്കാറുണ്ട്. ഇത് രണ്ട് മാത്രമല്ല വെക്കുന്നത്, പകരം ഈ പടുക്ക ഇടുന്ന രീതിയിലൊരു ഇതുണ്ട്. പടുക്ക എന്ന് വെച്ചാൽ ഒരുപാട് തരത്തിലുള്ള കൂട്ടുകൾ ചേരുന്നതാണ്. അന്നേരം അതുമായിട്ട് ബന്ധപ്പെട്ട രീതി ചോറ് കൊടുക്കുക, പിന്നെ പച്ചവെള്ളം എന്നുണ്ടല്ലോ, അങ്ങനെയുള്ള ചെറിയ കുടം പോലുള്ളതിനകത്ത് വെക്കുക, പിന്നെ ഈർക്കിൽ, അങ്ങനെ പലതരത്തിലുള്ള കാര്യങ്ങൾ വെക്കുന്നതിലൊരു കൂട്ടം മാത്രമാണ് മദ്യം എന്ന് വെച്ചാൽ ഇന്നത്തെ മദ്യം എന്ന രീതിയിലല്ല, കള്ള് എന്ന് പറയുന്ന രീതിയിലാണ് ഞാൻ കണ്ടിട്ടുള്ളത്. അന്നേരം ഈ കള്ളെന്ന് പറയുമ്പോഴത്തേക്ക് അവര് കുടിക്കാൻ വേണ്ടിയുള്ളതല്ല, പകരം വിശ്വാസപരമായിട്ട് പൂർവികർക്ക് വേണ്ടി സങ്കല്പിക്കുക, വെക്കുക. ഇതിനപ്പുറം അത് കുടിച്ച് ഫിറ്റായി കിടന്ന് എന്തെങ്കിലും ബഹളം ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരു ഇത് എന്റെ കുട്ടിക്കാലത്ത് ഞാൻ കണ്ടിട്ടില്ല, എനിക്ക് അറിയത്തുമില്ല. അല്ല, ഇത് പറയുന്നു വരുന്ന പറഞ്ഞാല് ഇത് ഒരു കൂട്ടം ആൾക്കാർക്ക് ഇടയിലാണ് ഇത് ചെയ്യുന്നത്. അതായത് കുട്ടികളുണ്ടാവും, സ്ത്രീകളുണ്ടാവും, പ്രായം ചെന്നവരുണ്ടാവും. അപ്പൊ ഇവരൊക്കെ നോക്കി നിൽക്കുകയാണ് ഈ കാര്യങ്ങളൊക്കെ കാവുകളിൽ ഇത് ചെയ്യുന്നത്. അപ്പൊ ഇത് ചെയ്യുമ്പോൾ ഇത് ആൺകുട്ടികളായാലും പെൺകുട്ടികളായാലും അവരുടെ മനസ്സിൽ എന്തായിരിക്കും, അതെങ്ങനെയാണ് അവർക്ക് നോക്കിക്കാണുക? ഇതിനെ ഒരു ദുരുപയോഗം ചെയ്യുന്നതായിട്ട് അന്വേഷിച്ചു ഇതുവരെ എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല, ഞാനത് കണ്ടിട്ടുമില്ല. ഞാനത് അങ്ങനെ ഇതിനെ കണ്ട് അത് പഠിക്കണം എന്നുള്ള രീതിയിൽ ഞാൻ ഇന്നുവരെ എനിക്കത് തോന്നിയിട്ടില്ല. അത് ആണിലായാലും പെണ്ണിലായാലും. പക്ഷെ ഇന്നത്തെ സമൂഹം കുടിക്കാൻ ആ രീതിയിലുണ്ട്. അത് ഒരിക്കലും ഇത് കണ്ടിട്ടുള്ളതല്ല, പകരം ബിവറേജും ബാറുകളും നിരന്തരം ഓരോ മേഖലകളിലും ഉള്ളതിന്റെ കാരണത്താൽ അവർക്ക് ആവശ്യാനുസരണം കിട്ടുന്നുണ്ട്, കുടിക്കുന്നു. പക്ഷെ അതൊരിക്കലും ഇങ്ങനെയുള്ള ആരാധനയാണ് ഇതിന് പിന്നെ കാരണക്കാരെന്നുള്ള രീതി. ഇതിനെ സത്യത്തിൽ അനീഷ് പറയുന്നതിന് അത് കൃത്യമാണ്. അതായത് ഒരു കാലങ്ങളില് ഇന്നത്തെ സിവിൽ സപ്ലൈസുകളിൽ കിട്ടുന്ന മദ്യമായിരുന്നില്ല അന്ന് ഉണ്ടായിരുന്നത്. അന്ന് കള്ള് പോലെയുള്ള, പനങ്കള്ള്, തെങ്ങിൻ കള്ള് പോലെയുള്ള ആ പിന്നെ വസ്തുക്കളായിരുന്നു പൂജയ്ക്കും മറ്റും ഉപയോഗിച്ചിരുന്നത്. പക്ഷേ കാലക്രമേണ ഇതിന്റെ ലഭ്യത ഇല്ലാതാവുകയും അതിന് പകരം സിവിൽ സപ്ലൈയിൽ നിന്ന് വാങ്ങുന്ന മദ്യം എടുത്ത് പൂജിക്കുന്ന അവസ്ഥ ഉണ്ടായി എന്നുള്ളതാണ്. ഇതിനെ വേറെ രീതിയിൽ മദ്യപിക്കുന്നവരാണ്, മുറുക്കം തിന്നുന്നവരാണ്, ഇങ്ങനെ പറഞ്ഞുകൊണ്ട് പുച്ഛിക്കുന്നവരും കളിയാക്കുന്നവരൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. അത് നമുക്ക് കാണാതിരിക്കാൻ ഇതിനെന്താണ് നമുക്ക് ചെയ്യാൻ കഴിയുക? അല്ല, ഞാൻ എൻ്റെ സംസ്കാരം ഞാനിത് അനുഭവിച്ച് വളർന്ന ഒരാളെന്ന നിലയിൽ ഇത് രണ്ടും അല്ല, മുറുക്കാൻ തിന്നുന്നത് വെച്ച് കഴിഞ്ഞാൽ എന്റെ പൂർവ്വകാലം തൊട്ടേ എല്ലാവരും ഇത് കുട്ടിയും വലുത് അങ്ങനെ വലിപ്പ ചെറുപ്പമില്ല മുറുക്കുന്നതല്ലേ. പക്ഷെ അവരാരും മദ്യപാനികളല്ലെന്നുള്ളത് ഞാൻ പറയാം. തീർച്ചയായും. പക്ഷെ മുറുക്കും. പക്ഷെ ആ മുറുക്ക് എന്നത് പറയുന്നത് നമുക്കൊരു അവര് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്ര മുറുക്ക് എന്ന് പറയുന്നത് ഒരിക്കലും നമ്മളതൊരു ഇതിപ്പം ഹിന്ദുക്കളില് നമ്പൂതിരിമാര്, നായേഴ്സ് അവരൊക്കെ പിന്നെ ഉപയോഗിക്കുന്നതാണ്. മുസ്ലിംസ് മുറുക്കുന്നുണ്ട്, അതൊന്നും അല്ല. പക്ഷെ ഇതൊരു പൂജയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്നതിനാക്കി വരുമ്പോഴാണ് നമുക്കൊരു ബുദ്ധിമുട്ടായിട്ട് വരില്ലേ എന്ന് ചോദിക്കുന്നത്. കാരണം ഇപ്പൊ നായർ സമുദായം എടുത്താലും ബ്രാഹ്മണ സമൂഹം എടുത്താലും അവരിത് ഈ മുറുക്കാൻ വെച്ചിട്ട് ഉള്ള ഒരു പൂജയോ കാര്യങ്ങളില്ല. അവര് ചിലപ്പോ അതിനകത്ത് ഉൾപ്പെടുത്തുന്നുണ്ടാവും. പക്ഷെ ഇതിന്റെ ഇത് പ്രധാനമായിട്ട് ഇപ്പൊ നമ്മള് ചില കാവുകളിൽ ചെന്നാൽ അവിടുത്തെ പ്രധാന പൂജയ്ക്ക് അല്ലെങ്കിൽ വഴിപാടെന്ന് പറയുന്നത് മദ്യവും
ഈ മുറുക്കാൻ പോലെയുള്ള വസ്തുക്കളായിരിക്കും. അവിടെയാണ് നമ്മൾ ഇതിനെ ഒന്ന് വിമർശിക്കുക, അല്ലെങ്കിൽ ഇത് നല്ലതാണോ യോജിച്ചതാണോ എന്ന് ചോദിക്കുന്നത്. ഇത് അതിനകത്ത് വിമർശനം എന്ന് പറയാൻ വേണ്ടി അത് ഇന്നത്തെ സംസ്കാരത്തെ വെച്ച് പറയുമ്പോഴാണ് അതിനകത്ത് വിമർശനം നേരിടുന്നത്. ഒരു ജനതയുടെ വിശ്വാസ സങ്കല്പം എന്ന് പറയുമ്പം അതിനകത്ത് വിമർശനങ്ങളില്ല. കാരണം ഓരോ സമൂഹങ്ങളും അവരുടെ വിശ്വാസ സങ്കല്പത്തിലാണ് ജീവിത രീതി പോകുന്നത്. തീർച്ചയായും. ഇപ്പം നമ്മുടെ ഇന്ത്യൻ കൾച്ചർ വെച്ച് നോക്കിയിട്ട് യൂറോപ്യൻ കൾച്ചറിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ നമുക്കത് യോജിക്കുന്ന കാര്യമല്ല. എന്നതുപോലെ തന്നെ പല സ്ഥലങ്ങളിൽ ഇത്ര കാര്യങ്ങൾ മെയിനായിട്ട് ഉണ്ട്. അന്നേരം ഒരു ഗോത്രീയ സ്വഭാവം വെച്ച് നമ്മൾ പറയുകയാണെങ്കിൽ അത് മറ്റവർക്ക് ചിലപ്പോൾ അത് തെറ്റാകാം. അല്ല, ഇത് അനീഷ് പറയുന്നത് എന്താന്ന് വെച്ചാല്, ഇത് സത്യത്തിൽ ഇത് മദ്യം അല്ലെങ്കിൽ മറ്റുള്ളതൊന്നും മനുഷ്യന്റെ തലമുറയെയോ അല്ലെങ്കിൽ കുട്ടികളെയോ സ്വാധീനിക്കാനോ അല്ലെങ്കിൽ അവരുടെ ഭാവി നശിപ്പിക്കാനോ ഉപയോഗിക്കാനുള്ളതല്ല. ഇത് ഒരിക്കലും ആ ഒരു മേഖലയായിട്ട് ബന്ധപ്പെട്ടതല്ല. ഇത് വിശ്വാസവും അനുഷ്ഠാനങ്ങളുമായിട്ട് മാത്രമാണ് ഉള്ളത്. അതിന്റെ ഒരു ക്ലാരിറ്റി വരുത്തുക എന്നുള്ളത് മാത്രമാണ് നമ്മൾ ഉദ്ദേശിച്ചത്. ഇനി നമുക്ക് ചോദിക്കേണ്ട ചോദ്യം എന്ന് പറഞ്ഞാൽ, ഇപ്പൊ ഈ നിലവിൽ വേടൻ എന്ന് പറയുന്ന സമുദായത്തിന്റെ പേര് വെച്ചിട്ടുള്ള കേസ് വന്നു നിൽക്കുന്ന ഒരു സമയം, അത് അദ്ദേഹത്തിന്റെ പേരെന്താണ്? ആ കേസ് കൊടുത്തിരിക്കുന്ന ശാസ്താംകോട്ട മണി എന്ന് പറയുന്ന ആളാണ് ഇതിന്റെ ഈ കേസ് ഈ വേടനെതിരെ കൊടുക്കുന്നത്. അപ്പൊ അദ്ദേഹത്തെ കുറിച്ച് അനീഷിന് എന്തെങ്കിലും അറിയാമോ? അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ സാഹചര്യങ്ങളോ ചുറ്റുപാടോ വല്ലോ എന്താണ് അവർ ഉദ്ദേശിക്കുന്നത്? ഈ ശാസ്താംകോട്ട മണിയുടെ ഈ ഒരു ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ മലയാള മനോരമ പത്രവാർത്തകളിലാണ് ഇത് കാണുന്നത്. അപ്പോഴേ അദ്ദേഹത്തിന്റെ ആ ഒരു ഇത് വെച്ച് നോക്കിയിട്ട് സോഷ്യൽ മീഡിയ ഒക്കെ പലപ്പോഴും ഞാൻ ശ്രദ്ധിച്ച്, അന്നേരം ഒരു സംഘപരിവാറിന്റെ ഒരു FB ഐഡിയിലൂടെയാണ് ഈ വേടൻ, അല്ലെങ്കിൽ അതിനകത്ത് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ കേസ് കൊടുത്ത ആളുടെ പേരും ഈ കേസ് ആയപ്പോഴത്തേക്ക് വേടർ മഹാസഭ എന്ന രീതിയിലാണ് കാണുന്നത് ഫേസ്ബുക്ക് ഐഡിയിൽ. പക്ഷെ ഇദ്ദേഹം പ്രതിനിധാനം ചെയ്യുന്ന സംഘടന എന്ന് പറയുന്നത് ഗിരിവർഗ വേടർ മഹാസഭ എന്നതാണ്. അന്നേരം അദ്ദേഹം അതിനകത്ത് പറയുന്നുണ്ട്, അദ്ദേഹം അതിന്റെ ജനറൽ സെക്രട്ടറി ആണ് എന്ന് പറയുന്നുണ്ട് മലയാള മനോരമ പത്രത്തിന്. അപ്പോഴേ ഈ പറയുന്ന ഈ ഫേസ്ബുക്ക് ഐഡിയിൽ പറയുന്നത് വേടർ മഹാസഭ എന്നാണ്. അത് അവിടെ തെറ്റുണ്ട്. കാരണം വേടർ മഹാസഭയും ഗിരിവർഗ വേടർ മഹാസഭ രണ്ടാണ്. അന്നേരം ഈ കേരളത്തിലെ റിയൽ ഒറിജിനൽ വേടർ സമുദായവുമായിട്ട് ഇതുമായിട്ടൊരു ബന്ധമില്ല. FBയിൽ ഈ പറയുന്ന പോസ്റ്റിലൂടെ പ്രചരിപ്പിച്ചത് ഒരു സംഘപരിവാറിന്റെ എന്തോ ഒരു ഇതാ. അന്നേരം അതിനകത്ത് പ്രചരിപ്പിച്ച ആ സംഘടനയുടെ പേര് തെറ്റാ. അപ്പൊ ഇവര് ഈ കേസ് കൊടുത്തത് കൊണ്ട് എന്താണ് നോക്കിയത്? ഇത് വേടനെ എങ്ങനെയാണ് ബാധിക്കുക? അല്ലെങ്കിൽ വേട സമുദായത്തിന് ഇതുകൊണ്ട് ഈ വേടന്റെ പേരില് എന്തെങ്കിലും പ്രയോജനമോ അല്ലെങ്കിൽ ഈ എന്തെങ്കിലും ഗുണമോ കാര്യങ്ങള്? ഇപ്പൊ ഈ വേടൻ എന്ന നാമത്തിലുള്ള ഈ ഒരു പ്രശ്നം, ഇതിപ്പം കേസ് പരമായിട്ടുള്ള കാര്യം നോക്കിക്കഴിഞ്ഞാൽ ഇതിനകത്ത് നേരത്തെ പറഞ്ഞല്ലേ, ഇതിനകത്ത് മറ്റെന്തോ ഗൂഢാലോചനയുടെ ഇത് സംഭവിച്ചതാവാനാ സാധ്യത. ഇതിന്റെ ബാക്കില് ഒരു സംഘപരിവാർ അജണ്ട ഉണ്ടാവും എന്നാണ്. ഒരു അജണ്ട കൃത്യമായിട്ടുണ്ട്. കാരണം കൃത്യമായിട്ട് നമുക്ക് പറയാൻ പറ്റില്ല. അതിന്റെ അന്വേഷണം എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് തെളിവ് ഉൾപ്പെടെ അറിയാൻ പറ്റും. പക്ഷെ എന്ത് തന്നെയായാലും കേരളത്തിലെ ബഹുഭൂരിപക്ഷം വരുന്ന വേടർ സമുദായത്തിലുള്ളവർ വേടന്റെ ഒപ്പമാണ്, വേടന്റെ കലാജീവൻ ആഗ്രഹിക്കുന്നവരാണ്. വേടൻ ഇനിയും ഉയർച്ചയിലേക്ക് എത്തണമെന്ന് തന്നെയാണ് വേടർ സമുദായം ആഗ്രഹിക്കുന്നത്. അപ്പൊ ഞാൻ ഉദ്ദേശിച്ചത് ഇത് മാത്രമാണ്. ഈ വേടന്റെ വിഷയമായിട്ട് ബന്ധപ്പെട്ട് ആ സമൂഹത്തിൽ ഉള്ള ഒരാളെ തന്നെ ഇത് ഒരു ക്ലാരിറ്റി വരുത്തുക എന്നുള്ളതാണ് ഉദ്ദേശിച്ചത്. അത് അനീഷിനെ സംബന്ധിച്ച്, അനീഷ് ഈ സമൂഹത്തില് നല്ല രീതിയിൽ ഈ സമൂഹത്തിന്റെ പ്രശ്നങ്ങളെ അഡ്രസ്സ് ചെയ്യുകയും പഠിക്കുകയും ചെയ്യുന്ന ഒരാളാണ്. എന്ത് തന്നെയായാലും നമുക്കൊപ്പം നല്ല രീതിയിൽ ഈ വിഷയത്തെ സംബന്ധിച്ച് അഭിപ്രായങ്ങൾ പറയുകയും നമ്മോടൊപ്പം സഹകരിച്ച അനീഷിന് എൻ്റെ പേരിലും പിന്നെ ഈ ചാനലിന്റെ പേരിലും നന്ദി അറിയിക്കുകയാണ്. അനീഷ്, നന്ദി. ജയ് ഭീം.